ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾക്ക് കാന്താരി എങ്ങനെ ദീർഘകാലം സൂക്ഷിച്ച് വെക്കാം, ഉണക്കിപ്പൊടിച്ച് എങ്ങനെ സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾക്കറിയാം, വീട്ടിൽ 2-3 കാന്താരിയൊക്കെ ഉണ്ടെങ്കിൽ, കാന്താരിയുടെ ചെടി ഉണ്ടെങ്കിൽ ധാരാളമായിട്ട് മുളകുണ്ടാവും. അപ്പം നമുക്കതൊന്നും ഡെയിലി ഒന്നും അത്രയും ആവശ്യം വരില്ല. അപ്പം ഒരുപാട് മുളക് കിട്ടിക്കഴിയുമ്പോൾ ഒന്നുകിൽ നമുക്ക് കടയിൽ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പിന്നീടത്തേക്ക് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ അത് നമുക്ക് ഉണക്കി സൂക്ഷിക്കുകയും ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കാന്താരി മുളകിൽ നിന്നും ആണ് നമ്മൾ പറിച്ചെടുക്കുന്നത്. ഇത് നമ്മൾ മഞ്ഞൾ നട്ടതാണ് കേട്ടോ ഇത്തവണ. കഴിഞ്ഞ തവണത്തേലും നമ്മൾ മാറ്റിയിട്ടിരുന്നല്ലോ നടാനായിട്ട്. അത് വളർന്ന് ഇത്രയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറിച്ചെടുത്തു. എനിക്കിത് ഏകദേശം 1/2 കിലോന് മുകളിൽ 630 ഗ്രാമാണ് നമുക്ക് കാന്താരി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് പൊടിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കോട്ടേന്ന് വെച്ചിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി ഊറ്റിയെടുക്കുകയാണ്. കണ്ടില്ലേ, ഇത്രയും കാന്താരി മുളക് നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഇത്രയും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ മുൻപ് കാന്താരി ഉപ്പിലിട്ട വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് സൂക്ഷിക്കാം. അത് പക്ഷേ കൂടുതലാവുമ്പോൾ പിള്ളേർ എപ്പോഴും എടുത്ത് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തവണ പൊടിപ്പിക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ കാന്താരി ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മൾക്ക് ഒരുപാട് നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് ഇത് ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വരണം. അതായത് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് വാട്ടിയെടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾക്ക് പതുക്കെ തിള വന്നു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് അരിപ്പ പാത്രത്തിലേക്ക് അത് ഊറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് കോരി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവർ ഇത് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കണേ. എങ്കിൽ മാത്രമാണ് നമ്മൾ ഈ എഫേർട്ട് ഇടുന്നതിന് എന്തെങ്കിലും ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനത് മുഴുവനും കോരി എടുത്തിട്ടുണ്ട്. ഇനി കോരി എടുത്താൽ നമ്മളുടെ അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കണം നമ്മൾ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും നല്ല വെയിലുള്ള ദിവസങ്ങൾ നോക്കി വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇപ്പോൾ ആക്ച്വലി വെയിലല്ല, നല്ല മഴയുള്ള സമയമാണ്. പക്ഷെ ഞാൻ ധൈര്യസമേതം ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഡ്രയർ മെഷീൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഈ മെഷീൻ നിങ്ങൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ മഞ്ഞൾ എങ്ങനെ ഉണക്കി പൊടിക്കാം എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ മെഷീനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ മഴ ഒരു പ്രശ്നമല്ല. നന്നായിട്ട് മഴയുള്ള ദിവസങ്ങളായിരുന്നു. ഇപ്പോൾ ഇത് ചെയ്ത ദിവസവും പിറ്റേ ദിവസവും ഒക്കെ നല്ല മഴയുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇത് പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മളതിൽ നന്നായിട്ട് വിരിച്ചിട്ട് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. കാന്താരി മുളകിൻ്റെ പച്ചയും ചുവപ്പും കോമ്പിനേഷൻ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഭംഗി നോക്കിയിട്ട് നമ്മളതിൽ കൈകാര്യം ചെയ്യാൻ നിന്ന കുറച്ച് ഇതുണ്ട് കേട്ടോ. കൈ ശരിക്കും പുകയും. കൈയിട്ടൊന്നും നമ്മളധികം ചെയ്യാൻ നിൽക്കരുത്. മാക്സിമം സ്പൂണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ നോക്കുക. അതുമാതിരി ഞാൻ പറയാൻ വിട്ടുപോയി, തിളയ്ക്കണ സമയത്തൊക്കെ നല്ല സ്മെല്ലായിരുന്നു. ഒരു കുത്തണ സ്മെല്ലെന്ന് പറയില്ലേ. അപ്പോൾ അതേതാ അടച്ചു. ഞാനിത് തീ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസത്തെ തീ കൊടുത്ത് പിറ്റേ ദിവസം ആയപ്പോഴത്തേനും നല്ലതായിട്ട് ഉണക്കി കിട്ടിയിട്ടോ നമുക്കത്. നല്ല മഴയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നലെ ഒരു ദിവസമാണ് നമ്മൾ തീ കൊടുത്തത്. അത് കണ്ടില്ലേ, നന്നായിട്ട് ഉണങ്ങി, നല്ല കിളിക്കട്ടം പോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് മുളക്. നമുക്ക് ഒടിച്ച് നോക്കി അറിയാം. പഴുത്ത മുളകായാലും പച്ചമുളകായാലും രണ്ടും നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ മെഷീനില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല വെയിലുള്ള ദിവസങ്ങൾ നോക്കി മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഉണങ്ങിയതിന് ശേഷം വീണ്ടും വെയിറ്റ് നോക്കി ഇപ്പോൾ 160 ഗ്രാമായിട്ട് ചുരുങ്ങിയിട്ടുണ്ടത്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, നേരത്തെ 630 ആയിരുന്നു എന്ന് തോന്നുന്നു. 1/2 കിലോയിൽ കൂടുതൽ എന്തായാലും ഉണ്ടായി. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. അപ്പം ഇനി നമ്മൾക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് മിക്സി തന്നെ ഇട്ട് പൊടിച്ചെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഞാൻ മിക്സിയിലിട്ടത് പൊടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാന്താരി എന്താ പറയുക, ചിലപ്പോൾ ഇത്രയും സാധനം 1/2 കിലോ ഒക്കെ ആയിട്ട് കടയിൽ കൊടുക്കാൻ പോയാൽ, അപ്പം പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ അത്രയ്ക്ക് വിലയൊന്നും കാണില്ല. കാരണം ഒട്ടുമിക്ക വീടുകളിലും മുളകുകൾക്ക് എല്ലാവരും തന്നെ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ അധികം വാങ്ങിക്കാൻ ആളുണ്ടാവില്ല. ഒരു പക്ഷേ ടൗണിലൊക്കെ ചിലപ്പോൾ വില നന്നായിട്ട് കിട്ടുമായിരിക്കും. പിന്നെ നമ്മളതും കൊണ്ടൊക്കെ അവിടെ പോണ നേരം കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു ഗരം മസാലയുടെയൊക്കെ ഒരു കളറാണ് നമ്മളിത് പൊടിച്ച് കഴിയുമ്പോൾ കിട്ടുന്നത്. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഇട്ടത്. 2 പ്രാവശ്യം പൊടിച്ചെടുത്ത് നമുക്ക് ആ ഒരു കുപ്പിയിലാക്കി. ഒരു കുപ്പി നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്കിത് പിന്നീട് തോരനിലോ കറികളിലോ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇന്നലെ ഉണ്ടാക്കി പൊടിച്ചതിന് ശേഷം നമ്മൾക്ക് മീൻ വറക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇത്തവണ ഇതാണ് പുരട്ടാനെടുത്തത്. മുളക് പൊടിക്ക്, സാധാ മുളക് പൊടിക്ക് പകരം
ഈ മുളക് പൊടി പേടിച്ചിട്ടാണ് കുറച്ചെടുത്തത്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ കാന്താരിയുടെ ആ ഒരു ടേസ്റ്റ് നമുക്കിതിനെന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. വീട്ടിൽ കാന്താരി മുളകൊക്കെ ധാരാളം ഉള്ളവർ ഒരു പ്രാവശ്യം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. ഓക്കെ, താങ്ക് യു.